ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ കശ്മീരികളായ 2 ഭീകരരുടെ വീടുകൾ തകർത്തു. നടപടി പ്രാദേശിക ഭരണകൂടത്തിന്റേതെന്ന് റിപ്പോർട്ട്. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത് ഹാഷിം മൂസ എന്ന് കണ്ടെത്തൽ. ആക്രമണം നടത്തിയ രണ്ട് ഭീകരരുടെ രേഖാചിത്രം കൂടി പുറത്ത്. അമിത് ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം. കരസേനാ മേധാവിയും രാഹുൽ ഗാന്ധിയും ഇന്ന് കശ്മീരിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. അന്ത്യോപചാരം അർപ്പിച്ച് ഗവർണർമാരും മന്ത്രിമാരും അടക്കം നൂറുകണക്കിന് പേർ. സംസ്കാരം ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടപ്പള്ളി ശ്മശാനത്തിൽ. കശ്മീർ അതിർത്തിയിൽ പാക് പ്രകോപനം. നിയന്ത്രണ രേഖയിൽ രാത്രി പലയിടത്തും വെടിവെപ്പ്. ശക്തമായി തിരിച്ചടിച്ചെന്ന് സൈന്യം. ബന്ദിപ്പോരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. വയനാട് എരുമക്കൊല്ലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ഒരാൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ഉടൻ. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന ആവശ്യം. മരിച്ച ആറുമുഖന്റെ പോസ്റ്റ്മോർട്ടം എന്ന്. ആറുമുഖൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാൻ ലോകം. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക് തുടരുന്നു. സംസ്കാരം നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30. രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ 2 പേരെ കൂടി പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച്. പ്രതി ചേർത്തത് MS സൊല്യൂഷൻസ് മാനേജരെയും അധ്യാപകനെയും. ഇരുവരും ഒളിവിലെന്ന് ക്രൈംബ്രാഞ്ച്. IPL-ൽ ഇന്ന് ഹൈദരാബാദ് ചെന്നൈ പോരാട്ടം. മത്സരം രാത്രി 7:30 ചെന്നൈയിൽ. ഇരു ടീമുകൾക്കും ജയം അനിവാര്യം. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ.